നമസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നായ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇന്ന് സംസ്ഥാനത്ത് 52 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 1600 രൂപ വീതമാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി എല്ലാ മാസവും നീക്കിവെക്കുന്നതെന്നാണ് കണക്കുകൾ. ഇതിൽ 7 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 200 രൂപ മുതൽ 500 രൂപ വരെ കേന്ദ്ര സഹായത്തോടു കൂടിയാണ് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടക്കുന്നത്. എന്നാൽ 2021 ജനുവരി മാസം മുതൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കേന്ദ്ര വിഹിതം ലഭിച്ചിട്ടുമില്ല. 2023 ജനുവരി മാസം മുതൽ കേന്ദ്ര സർക്കാർ നേരിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക നിക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ വിതരണത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ അക്കൗണ്ടിൽ 200 രൂപ മുതൽ 500 രൂപയുടെ വരെ കുറവുകൾ സംഭവിക്കുന്നത്. സംസ്ഥാനത്തെ 52 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ഒട്ടനവധി ആളുകളാണുള്ളത്. ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും വിധവാ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പും താമസിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷന്റെ പേര്, വാർഡ് നമ്പർ, മൊബൈൽ നമ്പർ എന്നിവയും ജൂലൈ മാസം 10-നകം ബന്ധപ്പെട്ട ഫിഷറീസ് ഓഫീസുകളിൽ ഏൽപ്പിക്കണമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനിയും ഈ രേഖകൾ സമർപ്പിച്ചിട്ടില്ലാത്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ബന്ധപ്പെട്ട ഓഫീസിൽ നാളെ തന്നെ രേഖകൾ ഹാജരാക്കുവാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക്